ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് കുടുക്ക ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഒരു കുടുക്ക പോലുള്ള ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 സവാള അരിഞ്ഞതാണ്, കനം കുറച്ച് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള പകുതിയോളം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. കൂടാതെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വഴറ്റിയെടുക്കുന്ന ഈ സവാളയിലേക്ക് ഒരു വലിയ പീസ് കറുവപ്പട്ട, 3 ഏലക്കായ, 3-4 ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ പിടിക്കാതെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അടി കരിഞ്ഞ് പോയാൽ വേറൊരു ടേസ്റ്റാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരികയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിരുന്നു. അത് എരിവിനായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പോരാത്ത എരിവിനായിട്ട് നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ അടി കരിയാതെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഈ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് മസാലയൊക്കെ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോഗ്രാം ചിക്കനാണ്, അതായത് 500 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു കുടുക്കയിൽ നമ്മൾ 3 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. നമ്മൾക്കിപ്പോൾ കുറച്ച് കൂടുതൽ പേർക്കാണ് ബിരിയാണി തയ്യാറാക്കേണ്ടതെങ്കിൽ നമ്മൾ കുറച്ച് വലിയ പാത്രം എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇതിൽ നിന്ന് കുറച്ചുകൂടി കൂട്ടിയെടുത്തിട്ട് വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ടോ. ഇനി നമ്മൾ നേരത്തെ സവാളയൊക്കെ വഴറ്റുമ്പോൾ 1 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഇനി നമ്മളെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് വെന്ത് വരുമ്പോഴേക്കും അതിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പോരാത്ത ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഒരു 4 to 5 മിനിറ്റ്സ് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ്. നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ആ മസാല ഇങ്ങനെ കരിഞ്ഞ് പിടിച്ചിരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു ബിരിയാണിയുടെ ഈ ഒരു ചിക്കൻ ഗ്രേവിയിലും അതുപോലെ തന്നെ ചിക്കൻ ചേർത്തപ്പോഴൊന്നും നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാതെ വേവിക്കുന്ന ചിക്കന് അതിൻ്റെ ഗ്രേവിക്കൊക്കെ ഒരു പ്രത്യേക സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി നമ്മൾ ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലെ ചാറൊന്ന് വറ്റിക്കാനായിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് കൂടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന്
കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളെ ചിക്കൻ ഉടഞ്ഞു പോവാതെ സൂക്ഷിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ കറിയുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതിൽ ചാറൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഗ്രേവി ടൈപ്പ് ചിക്കനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോറിയൻ ലീഫ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇതിലെ ചിക്കൻ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ ബിരിയാണി ദമ്മിടാനായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ കുടുക്കയിലുള്ള ചിക്കൻ ഗ്രേവി മറ്റൊരു ബൗളിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ലെയറായിട്ട് ചിക്കനും അതുപോലെ തന്നെ വേവിച്ച് വെച്ചുള്ള റൈസും കൂടി ഇട്ടിട്ട് ദമ്മിടാനായിട്ടാണ്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് മുക്കാൽ ഭാഗത്തോളം വേവാക്കി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ലെയറാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊറിയൻഡർ ലീവ്സും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിന് മീതേക്ക് നമുക്ക് ചിക്കൻ, അതിനുശേഷം റൈസ് അതുപോലെ നെയ്യൊക്കെ ചേർത്തതിന് ശേഷം ലെയറാക്കിയിട്ട് നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെ ഇതിലേക്ക് ലെയറായി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ദമ്മിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുടുക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതേ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി കുടുക്ക ബിരിയാണി, ചിക്കൻ കുടുക്ക ബിരിയാണി തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.